ചെപ്പോക്കിൽ ചെന്നൈ ബാറ്റർമാരെ കറക്കി വീഴ്ത്തിയ മുംബൈയുടെ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിന്റെ പ്രകടനം ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. വിഘ്നേഷിലെ പ്രതിഭയെ ആദ്യം തിരിച്ചറിഞ്ഞ് പിന്തുണ നൽകിയത് പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലെ അയൽവാസി ഷെരീഫ് ഉസ്താദാണ്. ചെറുപ്രായത്തിൽ തന്നെ ക്രിക്കറ്റിനോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ആളായിരുന്നു വിഘ്നേഷ് പുത്തൂർ എന്ന് ഉസ്താദ് പറഞ്ഞു. ശാന്തകുമാർ വെള്ളാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുംബൈ ഇന്ത്യൻസിലൂടെ ശ്രദ്ധേയനായ മലയാളി താരം വിഘ്നേഷിനെ 10ാം വയസ്സിൽ ആ ക്രിക്കറ്റിലേക്ക് ആ പ്രതിഭയെ കണ്ടെത്തി ആ പരിശീലനത്തിലേക്ക് കൊണ്ടുവന്ന അത് ഷെരീഫായിരുന്നു. ഷെരീഫ് ഉസ്താദാണ് അത് കൊണ്ടുവന്നത്. എങ്ങനെയായിരുന്നു ഈ വിഘ്നേഷിൻ്റെ ഒരു പ്രകടനം മനസ്സിലാക്കിയത്? വിഘ്നേഷിൻ്റെ പ്രകടനം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രകടനത്തിലൂടെ അല്ല അവനെ തിരിച്ചറിഞ്ഞത്. നമ്മൾ നാട്ടിൽ കുട്ടികൾ ചെറിയ കുട്ടികൾ കളിക്കലുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ കുട്ടികളിലെല്ലാവരും ബോൾ ചെയ്യുമ്പോൾ എറിയുക, കൈമടക്കി എറിയുക. ഇവനത് നേരെ മറിച്ചിട്ട് ഇവൻ ഓടി വന്ന് പിന്നെ കൈ നിവർത്തി എറിയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ അന്ന് ക്രിക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ കൈ നിവർത്തി എറിയുന്നവരെ പിന്നെ നന്നായി കളിക്കുന്നവരൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ഓന് നമ്മളൊരു ബോൾ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എറിഞ്ഞാൽ അത് അപ്പോൾ ഫ്രണ്ട് ഫുട്ടിൽ വന്ന് കളിക്കും. അതേപോലെ തന്നെ ബാക്കിൽ എറിഞ്ഞാലും ബാക്ക് ഫുട്ടിൽ വന്ന് കളിക്കും. അതൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല, നാച്ചുറലി അവരിൽ ഒരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതൊരു ക്രിക്കറ്റ് പഠിക്കുന്ന ആൾക്കും മനസ്സിലാവും. വലിയ ഒരു മാറ്റമുള്ള കളിയുണ്ട് എന്നുള്ളത് നേരത്തെ മനസ്സിലായി. അതെ, 10 വയസ്സുള്ള ഒരു കുട്ടി ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ അല്ലായിരുന്നു അവൻ ക്രിക്കറ്റ് കളിച്ചിരുന്നത്. അപ്പോൾ എത്രയാണെങ്കിലും 10 വയസ്സുള്ളൊരു കുട്ടിക്കൊന്നും ഫ്രണ്ട് ഫുട്ടിൽ വന്ന് കളിക്കുക, പിന്നെ ബാക്ക് ഫുട്ടിൽ ഇറങ്ങി കളിക്കുക, അതൊന്നും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പിന്നെ പഠിച്ച ആളുകളൊക്കെയാണ് എന്ത് ചെയ്യാറ് അങ്ങനെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ കളിക്കാരുടെ കൂടെ ധോണി അദ്ദേഹത്തെ ആശംസിക്കുന്നുണ്ട്. അങ്ങനെ പ്രമുഖരായ ആൾക്കാരൊക്കെ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുകയും ഒരു വലിയ മാറ്റം, വലിയൊരു നേട്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു? അങ്ങനെ സന്തോഷം തോന്നുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കൂടെ കളിച്ച, നമ്മൾ കളി കണ്ടിരുന്ന ആളുകളൊക്കെ അവരുടെ കൂടെ കളിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യരും സന്തോഷം തോന്നുള്ളൂ. അത് എന്തായാലും അവന് അതിലേറെ ഉയരത്തിലേക്ക് അവൻ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ്. അത് വിഘ്നേഷിൻ്റെ കഴിവ് ഉണ്ട്, അത് അതിലൊരു നിമിത്തം മാത്രമാണ് താൻ എന്ന് തന്നെയാണ് ഷെരീഫ് ഉസ്താദും പറയുന്നത്. എ വി ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.